everyone, welcome to Cook and Eat Delights. ഇന്ന് നമുക്ക് കുറച്ച് കണവ അല്ലെങ്കിൽ കൂന്തലൊന്ന് വരട്ടി നോക്കാം. കണവ വരട്ടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 കഷ്ണം വെളുത്തുള്ളി അല്ലി ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, വളരെ കനം കുറച്ച്. അതുപോലെ 2 ചെറിയ സവോള, 2 മീഡിയം സൈസ് സവോള. ഇത് നമുക്കൊന്ന് വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് 2 മീഡിയം സൈസ് തക്കാളിയാണ്. ഈ തക്കാളി നമുക്കിതുപോലെ തന്നെ വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. അതിനോടൊപ്പം നമുക്കൊരു 5 പച്ചമുളക്, അത് നിങ്ങൾക്ക് വട്ടത്തിലരിയുകയോ നീളത്തിലരിയുകയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതിനോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഞാനിവിടെ എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇപ്പോൾ നമ്മുടെ കൂന്തലിവിടെ വെള്ളത്തിൽ കിടപ്പുണ്ട്. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രോസൺ കൂന്തലാണ്. ഇത് 1 കിലോ കൂന്തലാണുള്ളത്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് വന്നിട്ടുള്ള കൂന്തലാണ്. എന്നാലും നമ്മളത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞു 1 ഇഞ്ച് വലുപ്പത്തിൽ വട്ടത്തിൽ നമ്മൾ അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വേഗത്തിലൊന്ന് ഫ്രൈ ആയി വരും. അതൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഈ സവാള അതിലിട്ട് കൊടുത്ത് നന്നായി വഴട്ടുക. ഒരല്പം ഉപ്പും കൂടെ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്താൽ അത് വേഗത്തിൽ വഴണ്ട് വരും. ഉപ്പ് ആ സവാളയിലെല്ലാം പിടിക്കുകയും ചെയ്യും. സവാള നന്നായി വഴട്ടിയെടുത്ത് അതിൻ്റെ കളറെല്ലാം മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെന്ന് പറയുന്നത് 2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വഴി വഴട്ടിയെടുക്കുക. പിന്നീട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. ആ മല്ലിപ്പൊടി കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായി വഴട്ടിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കണം. ആ തക്കാളി വെന്ത് നന്നായി ഉടഞ്ഞതിൽ ചേരണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു അല്പം മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ പച്ചമുളക് അതുകൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് വേവിക്കാം. കണവ നമ്മൾ കൂടുതൽ സമയം അടുപ്പിൽ വെച്ച് വേവിക്കില്ല. അങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആയിപ്പോകും എന്ന് കേട്ടിട്ടുണ്ട്. ഞാനിവിടെ 2 മിനിറ്റാണ് മൂടി വെച്ച് വേവിച്ചിട്ടുള്ളത്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് തീ കൂട്ടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം മുകളിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില വിതറാം. ഒരു രുചിക്ക് വേണ്ടിയിട്ട് ഒരു അല്പം കുരുമുളക് കൂടി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മളുടെ വളരെ രുചികരമായിട്ടുള്ള കണവ വഴട്ട് റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ നിങ്ങളുടെ സ്പെഷ്യലായിട്ട് കണവ വഴട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കണം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.